സോഷ്യൽ മീഡിയ ലോകത്ത് നിന്ന് ഏതാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത്, ചർച്ചയാകുന്നത്? ഇത് റോഷൻ റായ് എന്ന് പറയുന്ന എക്സ് ഹാൻഡിൽ നിന്നാണ്. ചിത്രങ്ങൾ അശ്വിനി വൈഷ്ണവ്, നിർമ്മല സീതാരാമൻ, ജയശങ്കർ. കമന്റ് എന്താണെന്നറിയോ? their only qualification is that they can speak English. നമ്മുടെ ബജറ്റിനെ ടാഗ് ചെയ്തുകൊണ്ടാണ്, ബജറ്റാണ് ഹാഷ്ടാഗ്. അതിനൊരു മറുപടിയേ ഉള്ളൂ. അത് എക്സ് ലോകത്ത് നിന്ന് എന്തായാലും ഉടൻ മറുപടി വരും. അതിനു മുമ്പ് എനിക്ക് ഒറ്റക്കേരെ പറയാനുള്ളൂ, നന്നായി ഇംഗ്ലീഷ് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വിവരക്കേട് പറഞ്ഞാൽ 1 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുകയും ചെയ്യായിരുന്നു. മനസ്സിലായില്ലേ? ഈ NDA സർക്കാർ, അതായത് സാക്ഷാൽ നരേന്ദ്രമോദി സർക്കാർ ഈ ഡിജിറ്റൽ എക്കോണമി അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ഈ മാർക്കറ്റിൽ പോകുന്നവർ, സാധാരണക്കാർ, തട്ടുകടക്കാരൊക്കെ എങ്ങനെ ഇത് ചെയ്യും എന്ന് ചോദിച്ച ഒരു ധനമന്ത്രി. അദ്ദേഹത്തിന്റെ മറ്റു വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏജൻസിയിൽ പോകണം, ED-യിലോ ഇൻകം ടാക്സിലോ ഒക്കെ പോയി ചോദിക്കണം അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. അതായത് മാനേജിംഗ് ഡയറക്ടർ CEO ടാറ്റ കെമിക്കൽസിന്റെ ഓവറോൾ ബജറ്റ്, ദ ഗവൺമെന്റ്, അത് ഇതിനെക്കുറിച്ചുള്ള ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ്. അതാണ് വിമർശനങ്ങളുടെ ഒരു മറുപടിയാണ്. ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ 4.9 നിന്ന് 5.1 4.5 അടുത്ത വർഷമാകുമെന്ന്. അതായത് എക്കണോമി സ്റ്റേബിൾ ആകും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല നികുതി വ്യവസ്ഥ വളരെ ലളിതമാക്കും എന്ന് പറയുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനം. അപ്പോൾ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർ, ഈ ടാറ്റ കെമിക്കൽസ് ലിമിറ്റഡിൻ്റെയും ഡയറക്ടറും CEO-യും ആയ അദ്ദേഹം കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ വൈസ് പ്രസിഡന്റ്, ബജറ്റ് പഠിച്ച് പറയുന്ന വിശകലനം കൃത്യമായിട്ടുള്ളത് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായമാണ് ഇത്. ശരി, അടുത്ത് നോക്കാം. ഇത് മിസ്സിങ്ങിൻ്റെയാണ്. മിസ്സിങ് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകിയിരിക്കുന്നത് സാക്ഷാൽ സുരേഷ് ഗോപിക്കാണ്. എന്താണ്? എയിംസ് തൃശ്ശൂരിൽ തന്നെ വേണം, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. കോൺഗ്രസ് MP-മാരുടെ മണ്ഡലത്തിൽ കൊണ്ടു കൊടുക്കാനല്ല തൃശ്ശൂരിലെ ജനങ്ങൾ അങ്ങയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് എന്നാണ് മിസ്സിങ്ങിന്റെ എക്സ് പോസ്റ്റ്. അതിന്റെ താഴെയുള്ള കമന്റ് കൂടി നോക്കണം. പറയൂ. വേറെ എവിടെ സ്ഥലം എടുത്തു കൊടുത്താലും തൃശ്ശൂർ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സ്ഥലം എടുത്തു നൽകില്ല. അത് വന്നിരിക്കുന്നത് രാംകുമാർ M. നായർ. അതെ, അതിനോടുള്ള പ്രതികരണം അങ്ങനെയാണ്. സുരേഷ് ഗോപിയെയും ടാഗ് ചെയ്തിട്ടുണ്ട് അതിൽ. ഒരു പക്ഷേ എയിംസിന്റെ പ്രഖ്യാപനം ഉണ്ടായാൽ പോലും അതിനെങ്ങനെയായിരിക്കും സംസ്ഥാനത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷനാണ് അദ്ദേഹം. നോക്കാം അടുത്തത്. ബിഗ് ന്യൂസ്. അത് ടൈംസ് ആൾജിബ്രയുടെ ത്രിപുരയിൽ നിന്നുള്ള അല്ലേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 70% സീറ്റുകളും എതിരില്ലാതെ BJP വിജയിച്ചിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ 4550, ആകെയുള്ള 6370-ൽ 4550 മത്സരമില്ലായിരുന്നു. അതായത് 71% സീറ്റുകളിൽ തെരഞ്ഞെടുപ്പില്ല, വോട്ടെടുപ്പില്ലാതെ തന്നെ വിജയിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 96% അതിൽ നൽകിയിരിക്കുന്ന ചിത്രം CPM ജനറൽ സെക്രട്ടറിയുടേതാണ്. അതിന് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, കാണുന്നവർക്കും കേൾക്കുന്നവർക്കും. ചിത്രങ്ങളും സംസാരിക്കുമല്ലോ. അതെ, അടുത്ത് നോക്കാം. ഇതൊരു മറുപടിയാണ്. എന്തിനാണെന്നറിയില്ലേ? ഈ കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ള ചില, അത് ആരുടെയാണെന്നറിയാമോ? പറയണ്ട, ഞാൻ വായിച്ചോളാം. വേണ്ട, ട്രോളണോ? ട്രോളപ്പെടണോ? ഈ ഇൻസ്റ്റ FB-യിലെ ട്രോള് പോലെ അല്ല, ട്വിറ്റർ അല്ലെങ്കിൽ എക്സിലെ ട്രോള്. അത് 1.5 ട്രോളാണ്. മങ്ക് ഭാരത്തിന്റെ പോസ്റ്റാണ്. പക്ഷേ അതിൽ പൂർണ്ണമായും അർജുന്റെ വീട്ടുകാരുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേരുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞവരോട്. അട്ടപ്പാടി മധു കുറച്ച് ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ച് കെട്ടിയിട്ട് കൊന്നത് നിങ്ങൾ ഈ പറഞ്ഞ കേരളത്തിലാണ്. മാലിന്യത്തിൽ അകപ്പെട്ട ജോയിയെയും കൊന്നത് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന കേരള സമൂഹമാണ്. ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നവർ കേരളത്തിലുമുണ്ട്. അവയവ മാഫിയയുള്ള പേരുകേട്ട ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അഭിമാനിക്കാം ഒരു കേരളീയൻ ആയതിൽ. അതിൽ കൂടുതൽ വിശദീകരണവും കമന്റുകളുടെയും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അടുത്ത് നോക്കാം. ഇത് ഭഗത്തിന്റെ ആണ്. അത് ഭഗത്ത് മറ്റ് 2 പോസ്റ്റുകൾ എക്സിൽ വന്ന അല്ലെങ്കിൽ 2 ട്വീറ്റുകൾ എടുത്തിട്ടിരിക്കുകയാണ്. അതിന്റെ ഒറിജിനൽ വന്നിരിക്കുന്നത് അദ്വൈതാണ്. Number of times Kerala was mentioned in the 2024 Union Budget, 0.
അതിനൊരു മറുപടി വാട്ട് ദ എക്സ് എന്ന ഹാൻഡിൽ നിന്നാണ്. ആ യു ഹാവ് എ ഫോറിൻ സെക്രട്ടറി നൗ, ടേക്ക് ദ മാറ്റർ ടു ചൈന വിത്ത് എ കംപ്ലൈന്റ്. ഇത് രണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രീതി സദാശിവ്. പ്രീതി സ്ഥിരം മുഖമാണ് എക്സ് ലോകത്തെ. ഹമ്മേ ഗ്രിൽഡ് ആൻഡ് റോസ്റ്റഡ്. ഇനി അത് മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തായിരിക്കണം ഭഗത് അടുത്ത മലയാളം വിദേശകാര്യ സെക്രട്ടറി. ശരിക്കും വൈറലായിട്ടുണ്ട് എല്ലായിടത്തും എന്നുള്ളതാണ് അദ്ദേഹം അത് എടുത്ത് വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിത്രം സംഗതി വ്യക്തം. അടുത്ത് നോക്കാം. ഓക്കെ. രഥയാത്ര ഒഡീഷ. നോ, ഇതെനിക്ക് എൻ്റെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല. അതെ, ആ അത് ഒരു രഥയാത്രയുടെ ദൃശ്യങ്ങളാണ് ആ കാണിക്കുന്നത്. മുംബൈ ചഡോൺ മറ്റൊരു സ്ഥിരം മുഖമാണ് ട്വിറ്റർ രംഗത്തെ. ഒരു രഥയാത്രയുടെ വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് രഥയാത്ര ഒഡീഷയാണോ? അല്ല, ഇറ്റ്സ് ആ മണിപ്പൂർ, ബ്യൂട്ടിഫുൾ മണിപ്പൂർ. ഹിന്ദു ട്രഡീഷൻസ് പ്രൗഡ്ലി ഫ്ലൗണ്ടഡ് ബൈ മെയ്തേയ്സ്. ഓക്കെ, ഇനി അപ്പോ ഇതോടുകൂടി ഇന്നത്തെ സോഷ്യൽ സ്കൂപ്പ് ഇവിടെ സമാപിക്കുന്നു. മറുപടികൾക്കായും ട്രോളുകൾക്കായും കാത്തിരിക്കുന്നു.